Good morning, students. Plus 2 Sabathika Shastra online class like Ella Vidyarthigaleyum Orikal Koodi Swagatham Cheyyunnu. So we are discussing the second chapter of microeconomics, the theory of consumer behavior. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷനെ കുറിച്ചും ഡിമാൻഡ് കർവിനെ കുറിച്ചും അതുപോലെ തന്നെ ലോ ഓഫ് ഡിമാൻഡിനെ കുറിച്ചും വളരെ വിശദമായി മനസ്സിലാക്കുകയുണ്ടായി. So in this session we are going to discuss how to draw a demand curve with the help of indifference curve. ഒരു നിസ്സംഗതാ വക്രത്തിനെ നിന്ന് നമുക്ക് ഡിമാൻഡ് കർവ് അഥവാ ചോദന വക്രം എങ്ങനെ വരയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അഥവാ നിസ്സംഗതാ വക്രത്തിൽ നിന്ന് ചോദന വക്രം എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാം. Okay, let us suppose a consumer who consumes 2 goods. One is mangoes and the other one is bananas. So the consumer consumes X1 amount of bananas and X2 amount of mangoes. ഉപഭോക്താവ് 2 വസ്തുക്കൾ മാത്രമേ വാങ്ങുന്നുള്ളൂ. സങ്കല്പിക്കുക, ബനാനാസും മാംഗോസും. വാങ്ങുന്ന ബനാനസിന്റെ അളവാണ് X1, വാങ്ങുന്ന മാംഗോസിന്റെ അളവാണ് X2. മറ്റൊരു കാര്യം, കൺസ്യൂമറുടെ കയ്യിൽ ഇൻകം M ആണെന്ന് സങ്കല്പിക്കുക. The income of the consumer is M and the price of banana is P1 and the price of mangoes is P2. Okay, see, the consumer consumes only 2 goods, bananas and mangoes. The amount of banana the consumer consumes is X1 and X2 is the amount of mangoes, and the income of the consumer is M and the price of one banana is P1 and price of one mango is P2. ഇതാണ് നിങ്ങൾ സങ്കല്പിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഉപഭോക്താവിൻ്റെ ഒപ്റ്റിമൽ ചോയ്സ് അഥവാ കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം സന്തുലിതാവസ്ഥ ഞാൻ ഡയഗ്രത്തിലൂടെ കാണിക്കുകയാണ്. ശ്രദ്ധിക്കുക. So x-axis shows amount of bananas and y-axis shows amount of mangoes, and you see this is the consumer's price line or budget line. AB is the consumer budget line and this is the consumer indifference curve. Call this indifference curve IC1. See, consumer's budget line is tangent to the indifference curve at this point. We call it as C. So the consumer is in equilibrium at point C. This C point പ്രത്യേകത നമുക്ക് അറിയാം. The consumer's budget line AB is tangent to the consumer's indifference curve IC1, and at this point the consumer consumes X1 amount of or X1 amount of bananas and X2 amount of mangoes. So the consumer is in equilibrium at point C and consumer consumes OX1 bananas and OX2 mangoes. OX1 അളവ് ബനാനയും വാങ്ങുന്നുണ്ട്, OX2 എമൗണ്ട് മാംഗോസും കൺസ്യൂമർ വാങ്ങുന്നു. കൺസ്യൂമർ സന്തുലിതാവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. സി, നമുക്കറിയാം, നമ്മൾ എസ്യൂം ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വേണം.
price of one banana is P1 and price of mango is P2 and the income of the consumer is M. ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കിയത്, സങ്കല്പിച്ചത്. സപ്പോസ് ശ്രദ്ധിക്കുക, സപ്പോസ് the price of the banana decreased. അപ്പോൾ ഇതിൽ P1 എന്ന് പറയുന്ന ബനാനയുടെ പ്രൈസ് കുറഞ്ഞു എന്ന് സങ്കല്പിക്കുക. That means P1 ഡാഷ് ആയിട്ട് കുറഞ്ഞു. ഓക്കെ, സോ കൺസ്യൂമറുടെ വരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. രണ്ടാമത്തെ വസ്തുവായ കൺസ്യൂമർ വാങ്ങുന്ന രണ്ടാമത്തെ വസ്തുവായ മാംഗോസിന്റെ വിലയിലും യാതൊരു തരത്തിലുമുള്ള മാറ്റവുമില്ല. മാറിയത് എന്ത് മാത്രമാണ്? യു സി, മാറിയത് ഒന്ന് മാത്രമാണ്, ബനാനയുടെ വില മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറയുകയാണ് ഉണ്ടായത്. ബനാനയുടെ വില P1 നിന്ന് P1 ഡാഷ് ആയി. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു പാനലിൽ കൂടി, അതായത് രണ്ട് പിക്ചേഴ്സിലൂടെയാണ് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് എ എന്ന് പറയുന്ന പാനലാണ്. മറ്റൊരു പിക്ചർ കൂടിയും ഇവിടെ ഡയഗ്രാം കൂടി കാണിക്കുകയാണ്. അത് നമുക്ക് ബി എന്ന പാനൽ പേര് കൊടുക്കാം. സി, ഇത് കാണിക്കുന്നത് ബനാനയുടെ ഡിമാൻഡ് വക്രമാണ് നമ്മൾ ഇവിടെ വരയ്ക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് അത് ലഭിക്കുന്നത് എന്നുള്ളതാണ്. So the panel B shows the demand for bananas. അപ്പോൾ നമ്മൾ ഡിമാൻഡ് കർവ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നമ്മൾ കാണിക്കുന്നത്. എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആയിരിക്കും, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ബനാനാസ്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് പ്രൈസ് ഓഫ് ബനാനാസ്, വിലയുമായിരിക്കും. ഓക്കെ, സോ ദിസ് പ്രൈസ് ഓഫ് ബനാനാസ്. ഇനി എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു P1 നിന്ന് ബനാനയുടെ വില P1 ഡാഷ് ആയിട്ട് കുറഞ്ഞു. കുറച്ച് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. രണ്ട് ഡയഗ്രാംസ് ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് നിർദ്ധാരണം ചെയ്യുന്നത്, അഥവാ എങ്ങനെയാണ് നമുക്ക് ഇൻഡിഫറൻസ് കർവിൽ നിന്ന് ഒരു ഡിമാൻഡ് കർവ് കിട്ടുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ രണ്ട് ഡയഗ്രാംസ് ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. വളരെ ശ്രദ്ധിച്ച് ഓരോ സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. So what is the case here? The price of banana falls from P1 to P1 dash. അപ്പോൾ നമ്മളിവിടെ P1 എന്ന വിലയാണ് ബനാനയ്ക്ക് എങ്കിൽ നമുക്കറിയാം എത്ര എമൗണ്ട് ആണ് ബനാന കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമർ, X1. അതായത് X1 എമൗണ്ട് ഓഫ്, നമുക്ക് പറയാം OX1 എമൗണ്ട് ഓഫ് ബനാന ഉപഭോക്താവ് ഉപഭോഗം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് അതാണ് മനസ്സിലാവുന്നത്. പ്രൈസ് P1 ആയിരുന്ന സമയത്ത്, മാംഗോസിന്റെ വില P2 ആയിരുന്ന സമയത്ത്, കൺസ്യൂമറിന്റെ വരുമാനം M ആയിരുന്ന സമയത്ത് കൺസ്യൂമർ ഇവിടെ ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തി. ഈ സി എന്ന പോയിന്റിൽ, ആ ഘട്ടത്തിൽ OX1 എമൗണ്ട് ഓഫ് ബനാന കൺസ്യൂം ചെയ്തു, OX2 എമൗണ്ട് ഓഫ് മാംഗോസും കൺസ്യൂം ചെയ്തു. നമ്മളിവിടെ ബനാനയുടെ ഡിമാൻഡ് കർവാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ കാണിക്കാൻ കഴിയും P1 എന്ന പ്രൈസ്, P1 എന്ന പ്രൈസിൽ OX1 എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ബനാനാസ് ആണ് കൺസ്യൂമർ വാങ്ങുന്നത്. അപ്പൊ നമുക്ക് ഈ പോയിന്റ് രണ്ടും ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. അപ്പം ചോദന വക്രത്തിന്റെ ആദ്യത്തെ ബിന്ദു നമുക്ക് ഇവിടെ കിട്ടും. ഡിമാൻഡ് കർവിന്റെ ആദ്യത്തെ ബിന്ദു ആരുടെ ഡിമാൻഡ് കർവിന്റെ? ബനാനയുടെ ഡിമാൻഡ് കർവിന്റെ ആദ്യത്തെ പോയിന്റ് ഇവിടെ കിട്ടി. അതായത് P1 വിലയ്ക്ക് OX1 എമൗണ്ട് ഓഫ് ബനാന കൺസ്യൂമർ കൺസ്യൂം ചെയ്യും. ഓക്കെ, സി, ഞാൻ പറഞ്ഞു നേരത്തെ P1 നിന്ന് P1 ഡാഷ് ആയിട്ട് ബനാനയുടെ വില കുറഞ്ഞു. സോ വില P1 നിന്ന് P1 ഡാഷ് ആയി.
അപ്പോൾ നമുക്ക് ഇവിടെ കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഒരു മാറ്റം വരും. എന്തായിരിക്കും ആ മാറ്റം? നിങ്ങൾക്കറിയാം, ഒന്നാമത്തെ വസ്തുവിന്റെ വിലയിലാണ് ഇവിടെ കുറവ് വന്നത്. ദാറ്റ് മീൻസ് ദ പ്രൈസ് ഓഫ് ദ ബനാന ഇസ് ഡിക്രീസ്ഡ്. അപ്പോൾ ബജറ്റ് ലൈൻ എന്ത് സംഭവിക്കും? നമ്മൾ കണ്ടതാണ്. ബജറ്റ് ലൈനിന്റെ ഷിഫ്റ്റിംഗ് നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ്. രണ്ടാമത്തെ വസ്തുവിന്റെ വിലയിൽ മാറ്റമില്ല, കൺസ്യൂമറുടെ വരുമാനത്തിലും മാറ്റമില്ല. ഒന്നാമത്തെ വസ്തുവിന്റെ വിലയിൽ മാറ്റം വന്നാൽ, ഇവിടെ ഒന്നാമത്തെ വസ്തുവിന്റെ വില കുറഞ്ഞാൽ ബജറ്റ് ലൈൻ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. യു സി, when the price of the first good falls, given the price of the second good and the income of the consumer remains the same, the budget line will shift to right, or we can see there will be a rightward shift of the budget line. വലത്തോട്ട് ബജറ്റ് ലൈൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്യും. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, this is which intercept. ഈ ഇന്റർസെപ്റ്റ് നമ്മൾ വിളിക്കുന്നത് ഒരു വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്നാണ്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല, കാരണം രണ്ടാമത്തെ വസ്തുവിന്റെ വിലയിൽ മാറ്റമില്ല. എന്തിനു മാത്രമായിരിക്കും മാറ്റം? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കൂടും. അപ്പോൾ നമ്മുടെ ബജറ്റ് ലൈൻ എങ്ങനെ ഉണ്ടാവും? സോ ബജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ there will be no change in the vertical intercept, but the horizontal intercept will move to the right. അപ്പോൾ ഇവിടെ ഈ ഒരു ഷിഫ്റ്റ് ആയിരിക്കും ബജറ്റ് ലൈന് സംഭവിക്കുക. നമ്മൾ പഠിച്ചതാണ്, രണ്ടാമത്തെ വസ്തുവിന്റെ വിലയിൽ മാറ്റമില്ലാതിരിക്കുമ്പോൾ, കൺസ്യൂമറുടെ വരുമാനത്തിൽ മാറ്റമില്ലാതിരിക്കുമ്പോൾ ബജറ്റ് ലൈൻ ഇങ്ങനെയായിരിക്കും ഷിഫ്റ്റ് സംഭവിക്കുക. ഓക്കെ, അപ്പോൾ പുതിയ ബജറ്റ് ലൈൻ എന്താണ്? AB ഡാഷ് ആയി പുതിയ ബജറ്റ് ലൈൻ. കൺസ്യൂമറുടെ വരുമാനം കൂടിയതിന് തുല്യമാണ്, കാരണം ബജറ്റ് ലൈൻ വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു. എപ്പോഴത് സംഭവിച്ചത്? ബനാനയുടെ വില കുറഞ്ഞപ്പോൾ. ഇപ്പൊ കൺസ്യൂമർക്ക് കൂടുതൽ ബനാന വാങ്ങാൻ കഴിയും. ഓക്കെ, ഇപ്പൊ കൺസ്യൂമറുടെ പുതിയ പൊസിഷൻ, ഇക്വിലിബ്രിയം പൊസിഷൻ എവിടെയായിരിക്കും? മുകളിലുള്ള ഇൻഡിഫറൻസ് കേർവിലായിരിക്കും. ഓക്കെ, IC1 എന്ന ഇൻഡിഫറൻസ് കേർവിൽ നിന്ന് അത് IC2ലേക്ക് മാറിയിട്ടുണ്ടാവും, പുതിയ കൺസ്യൂമറുടെ സന്തുലിതാവസ്ഥ. കാരണം കൺസ്യൂമറുടെ വരുമാനത്തിൽ ഒരു വർധനവ് വന്നതിന് തുല്യമാണ് ബനാനയുടെ വില കുറഞ്ഞത്. So the consumer's equilibrium position will change. ഇപ്പോൾ IC2 എന്ന ഇൻഡിഫറൻസ് കേർവിൽ ആയിരിക്കും കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം പൊസിഷൻ. സോ ദിസ് വിൽ ബി ദ ന്യൂ ഇക്വിലിബ്രിയം. ഇതിന് നമുക്ക് D എന്ന പേര് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കൺസ്യൂമറുടെ ബജറ്റ് ലൈൻ, പുതിയ ബജറ്റ് ലൈൻ പുതിയ IC2 എന്ന ഇൻഡിഫറൻസ് കേർവിന് ടാൻജന്റ് ആയ പോയിന്റ് ആയിരിക്കും കൺസ്യൂമറുടെ പുതിയ equilibrium position. That means D. ഇവിടെ എന്താ സംഭവിക്കുന്നത്? See, the amount of banana കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്ന ബനാനയുടെ അളവ് കൂടി. OX1 നിന്ന് അത് എന്തായി? OX2 ആയി. See, ഇവിടെ നമുക്കത് നോട്ട് ചെയ്യാം. P1 നിന്ന് P1 ഡാഷ് ആയിട്ട് വില കുറഞ്ഞപ്പോൾ കൺസ്യൂമർ ബനാന കൂടുതൽ വാങ്ങി. OX2 നമ്മളതാ കണ്ടത്. OX2 എമൗണ്ട് ഓഫ് ബനാന, അത് OX1 ഉണ്ടായിരുന്നുള്ളൂ. നൗ ഇറ്റ് ഈസ് OX2. അപ്പൊ ഏതാണ് ഇവിടെ കാണിക്കുന്നത്? OP1 നിന്ന് OP1 ഡാഷ് ആയിട്ട് വില കുറഞ്ഞപ്പോൾ the consumer demands more bananas. So demand of the bananas increased from OX1 to OX2. So you will get a new point. ഒരു ബിന്ദു കൂടി, രണ്ടാമത്തെ ബിന്ദുവും കൂടി നിങ്ങൾക്ക് കിട്ടി. ഡിഫറൻസ് ഈ ഡിമാൻഡ് കർവ് വരയ്ക്കാനുള്ള, ബനാനയുടെ ഡിമാൻഡ് കർവ് വരയ്ക്കാനുള്ള രണ്ടാമത്തെ ബിന്ദുവും കൂടി ഇവിടെ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റി. ഓക്കെ, സി
ശ്രദ്ധിക്കുക, വീണ്ടും P1 ഡാഷിൽ നിന്ന് P1 ഡാഷ് ഡാഷ് ആയിട്ട് വില കുറഞ്ഞു എന്ന് സങ്കല്പിക്കുക ബനാനയുടെ. അപ്പോഴും മാംഗോസിന്റെ പ്രൈസിലും കൺസ്യൂമറുടെ വരുമാനത്തിലും യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. ഓക്കെ, സി വാട്ട് വിൽ ഹാപ്പൻ? ഇൻഡിഫറൻസ് കർവ് വീണ്ടും ഇൻഡിഫറൻസ് കർവിന്റെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് മാറും, കൂടും. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവില്ല. അപ്പോൾ എന്തായിരിക്കും പുതിയ ഇൻഡിഫറൻസ് കർവ്? പുതിയ ഇൻഡിഫറൻസ് കർവിൽ ശ്രദ്ധിക്കുക, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് റിമെയിൻസ് ദ സെയിം ബട്ട് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഇൻക്രീസ്ഡ്. ഇപ്പോൾ പുതിയ ബജറ്റ് ലൈൻ ബി ഡാഷ് ഡാഷ് ആയി. സി, എ ബി എന്ന ബജറ്റ് ലൈൻ ആയിരുന്നു ആദ്യം, പിന്നെ അത് എ ബി ഡാഷ് ആയി. വീണ്ടും ബനാനയുടെ വില കുറഞ്ഞപ്പോൾ എ ബി ഡാഷ് ഡാഷ് എന്ന് പറയുന്ന പുതിയ ബജറ്റ് ലൈൻ ആയി. കൺസ്യൂമർക്ക് ഇങ്ങനെ ഒരു ബജറ്റ് ലൈൻ ഉണ്ടാവാനുള്ള കാരണം നമ്മൾ കണ്ടു, ബനാനയുടെ വില കുറഞ്ഞത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ പുതിയ ഇൻഡിഫറൻസ് കർവിലേക്ക് കൺസ്യൂമർ പോകും. പുതിയ ഇൻഡിഫറൻസ് കർവിലേക്ക് കൺസ്യൂമർ ജമ്പ് ചെയ്യും. അപ്പോൾ പുതിയ ഇൻഡിഫറൻസ് കർവ് IC3 എന്ന് പറയുന്ന പുതിയ ഇൻഡിഫറൻസ് കർവിലേക്ക്. ഇവിടെ ക്ലിയർ ഇല്ല, ഞാനിവിടെ റഫ് ഫിഗർ ആയിട്ട് വരയ്ക്കുന്നതുകൊണ്ടാണ്, മനസ്സിലാക്കുക. ഇവിടെ ആയിരിക്കും കൺസ്യൂമറുടെ പുതിയ equilibrium position, that is E. That means at point E, the consumer's new budget line AB dash dash is tangent to the indifference curve IC3. So ഇപ്പോൾ കൺസ്യൂമറുടെ banana consumption വീണ്ടും ഇൻക്രീസ് ചെയ്തു. It increased to X3. See, X3 or X3 amount of banana consume ചെയ്തു consumer, because the price of the banana falls to P1 dash dash. നമുക്ക് ഇവിടെ കാണിക്കാം, P1 dash dash ആയിട്ട് വില കുറഞ്ഞപ്പോൾ കൺസ്യൂമറിന്റെ ബനാന OX3 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. So when the price falls to P1 dash dash, the consumers demand for banana increase to OX3. So you will get a new point. മൂന്നാമത്തെ പോയിന്റും നിങ്ങൾക്ക് കിട്ടി ഡിമാൻഡ് കർവിന്റെ. ഈ 3 പോയിന്റ്സും ജോയിൻ ചെയ്ത് നമ്മൾ ഒരു കർവ് അങ്ങ് വരച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? This is 3 points A, B, C, and this is the new demand curve. അപ്പോൾ DD എന്ന് പറയുന്ന ഡിമാൻഡ് കർവ് നിങ്ങൾക്ക് കിട്ടി. ഈ DD എന്ന ഡിമാൻഡ് കർവിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ലോ ഓഫ് ഡിമാൻഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇവിടെ, ബിക്കോസ് ആസ് the price of the commodity falls here, as the price of the banana falls, the quantity demand of the commodity increases. അപ്പോൾ നമുക്ക് ഒരു പുതിയ ഡിമാൻഡ് വക്രം നമുക്ക് കിട്ടി ബനാനയുടെ. So this is how we draw the demand curve with the help of the indifference curve. ഇവിടെ ഇൻഡിഫറൻസ് കർവിനെ ഉപയോഗിച്ച് നമ്മൾ ഒരു ഡിമാൻഡ് കർവ് രൂപപ്പെടുത്തി എടുത്തിരിക്കുകയാണ്. ഓക്കെ, നന്നായിട്ട് മനസ്സിലാക്കുക. ഈ 2 പിക്ചേഴ്സും വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. So that is all about the creation of the demand curve with the help of the indifference curve and the budget line. Okay, so that is all about in this class. We will discuss another topic in the next class. Till then, goodbye.